ഹായ്, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇതിപ്പോൾ ഞാൻ എവിടെയാണെന്ന് മനസ്സിലായോ? ഞാൻ അമ്മയുടെ അടുത്ത് തിരുവനന്തപുരത്ത് എത്തിയേക്കാണ്. അമ്മയുടെ ഗാർഡനിൽ നിന്നൊരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചാൽ ഇന്നലെ എത്തിയതാണ് കേട്ടോ. ചുമ്മാ നമ്മുടെ ഹോസ്പിറ്റലിലെ ഒരാഴ്ചയും ദുബായിലെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് വെറുതെ 2 ദിവസത്തേക്ക് അമ്മയെ കാണാനായിട്ട് 2 ദിവസം ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഇവിടെ നിൽക്കുമ്പോൾ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മയുടെ ഓർക്കിഡൊക്കെ പൂത്ത് നിൽക്കുന്നത് കണ്ടോ. ഇവിടെ കുറേ ഈ ഫസ്റ്റ് ടെറസിൻ്റെ മുകളിലത്തെ നില ഫുള്ള് ഓർക്കിഡുകൾ. ഞാനിപ്പോൾ ഇവിടെ വരുമ്പോൾ ഫുള്ള് ചെടികളാണല്ലേ കാണിക്കുന്നത്. കാരണം അമ്മ ഇവിടെ ഓരോ പ്രാവശ്യം, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഓരോ പ്രാവശ്യം വരുമ്പോഴും അമ്മയുടെ ഇവിടെ വീട് ഓരോ പോലെ നിൽക്കുന്നത് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ താഴെ വീടൊക്കെ ഓറഞ്ച് കളറിലെ പെയിൻറ്റ്, ഇപ്രാവശ്യം വന്നപ്പോൾ വീടൊക്കെ പച്ച കളറിലിരിക്കുന്നു. അപ്പം സാധാരണ എനിക്കങ്ങനെ ഓരോ പ്രാവശ്യം വീട് പല കളറിലിരിക്കുന്നത് കാണുമ്പം എനിക്ക് മനസ്സിലാവാറില്ല. ഇപ്രാവശ്യം ഒന്നും മിണ്ടിയില്ല, കാരണം എനിക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഞാൻ റെക്കഗ്നൈസ് ചെയ്തില്ല. അപ്പോൾ കുറേ കഴിഞ്ഞ് രാത്രിയായപ്പോൾ അമ്മ ചോദിച്ചു, പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല, ഒന്നും ചേഞ്ച് ഒന്നും തോന്നുന്നില്ല എന്ന്. ഞാനൊന്നും അങ്ങോട്ട് പറയാത്തത്. അപ്പോഴേ പക്ഷേ എന്താ ചേഞ്ച്, കുറേ നോക്കിയപ്പോഴാ പെയിൻ്റ് അടിച്ചല്ലേ എന്ന് തോന്നിയത്. അപ്പോൾ ഓറഞ്ചിന് വരാൻ പച്ചയായിട്ട് വീട്ടിരിക്കുന്നത്, അത് ഞാൻ താഴ്ച ചെല്ലുമ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഈ ഓർക്കിഡുകളൊക്കെ ഏതാണ്ട് വൈലറ്റ് ഓർക്കിഡ്, കുറേ ഓർക്കിഡ് കളക്ഷൻസാണ്. ഈ കണ്ട് അങ്ങ് വരെ കണ്ടോ ഓർക്കിഡിൻ്റെ ഒരു കളക്ഷൻസ് കുറേ ഉണ്ട്. നേരത്തെ പറഞ്ഞു ഇവിടെ മറ്റേ പച്ചമുളകും കുറേ ഉണ്ടായിരുന്നു, കത്തിരിക്ക വെണ്ടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ ഇപ്പോൾ തീർന്നിരിക്കുമെന്ന് പറഞ്ഞു. ബാക്കിൽ തയ്യക്കാരുടെ ഒച്ച കേൾക്കുന്നുണ്ടോ? അവർ പൊരിഞ്ഞ തൈല് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പറഞ്ഞു കുറേ വെഡ്ഡിങ് കളക്ഷൻസ് നല്ല ഡിസൈന് എന്നെ കാണിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഭയങ്കര രസമുള്ള ഡിസൈൻസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പോയി കാണാം. ആദ്യം മാമയർത്തിൻ്റെ ഒരു പുതിയ ഫേസ് സിറം ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. ഇത് മാമയർത്തിൻ്റെ സ്കിൻ ഇലുമിനേറ്റ് ഫേസ് സിറം എന്ന് പറഞ്ഞൊരു സംഭവമാണ് കേട്ടോ. സ്കിൻ ഇലുമിനേറ്റ് ഫേസ് സിറം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു രസം തോന്നില്ല, സ്കിന്നിനെ നമുക്ക് ഇലുമിനേറ്റ് ചെയ്യാം. ശരിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. മാമയർത്ത് എന്ന് നിങ്ങൾക്ക് അറിയാം, ഒരു കെമിക്കൽ ഫ്രീ നാച്ചുറൽ പ്രോഡക്റ്റാണ്. ഞാൻ എപ്പോഴും പറയും, മാമയർത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ആപ്പിൽ നിന്നും ഒക്കെ, ആ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ തന്നെ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഓരോ ഓർഡറും അവർ പ്ലാന്റ് ചെയ്യുന്ന ഒരു ട്രീ പ്ലാന്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഓരോ ഓർഡർ ആ ഓരോ ട്രീയിലോട്ടാണ് ലിങ്ക് ചെയ്യുക. അപ്പോൾ 2025 ആകുമ്പോൾ 1 മില്യൺ ട്രീസ് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും മാമയർത്ത് എത്ര എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് അവരുടെ ഓരോ ഇനിഷ്യേറ്റീവും പോകുന്നത് തന്നെ അല്ലേ. ഭയങ്കര കെമിക്കൽ ഫ്രീ ആയിട്ട് അത് എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട്, ഈ കെമിക്കലുണ്ടോ ആ കെമിക്കലുണ്ടോ, അങ്ങനെ കുറേ ഇത് ഞാൻ കമൻസ് കണ്ടു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഞാൻ അതിനകത്ത് ഇൻഗ്രീഡിയൻസും പ്രൊഡക്ട്സും ഒക്കെ നോക്കി ശരിക്കും കെമിക്കൽ ഫ്രീ, പാരബൻ ഫ്രീ, സിലിക്കോൺ ഫ്രീ, അങ്ങനെ എല്ലാം നമുക്ക് മുഖത്തിന് ഹാംഫുൾ ആയിട്ടുള്ള ഒരു കെമിക്കലും മാമയർത്തിൻ്റെ ഒരു പ്രോഡക്ട്സിലും ഇല്ല കേട്ടോ. ഞാൻ അതിൻ്റെ കുറേ ഇൻഗ്രീഡിയൻസ് വായിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല. അങ്ങനെ ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ആ കമൻസിൽ വരുന്ന കുറേ എണ്ണം ഞാൻ ഓരോ കമൻറ്റായിട്ട് എനിക്ക് എടുത്തിങ്ങനെ വീഡിയോയിൽ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ അവരുടെ മാമയർത്തിന് ഒഫീഷ്യൽ ആപ്പ് ഉണ്ട് കേട്ടോ. അത് ആൻഡ്രോയിഡിലും iOS ഒക്കെ അവൈലബിൾ ആണ്. ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അവരുടെ സെയിലൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ പെട്ടെന്ന് കൂടുതൽ ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും. അപ്പോൾ വേഗം തന്നെ പോയി ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടെ വില കുറവിൽ കിട്ടും കേട്ടോ മാമയർത്തിൻ്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷനിൽ. പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞൊരു സ്കിൻ ഇലുമിനേറ്റ് ഫേസറാണ്. ഇതിൻ്റെ കീ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ്. അത് നമുക്ക് സ്കിന്നിലെ ഈ ചുളിവുകൾ വരത്തില്ലേ, നമുക്ക് പ്രത്യേകിച്ചൊരു 35 വയസ്സൊക്കെ കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സ്കിന്നിൽ ഇങ്ങനെ, നിങ്ങൾക്കിപ്പം എൻ്റെ അടുത്തൂടെ നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും, കുറേ ഇങ്ങനെ ഫൈൻ ലൈൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ വര പോലെ ആ ഒരു ചുളിവുകളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കൊണ്ടാണ്. അങ്ങനെ നമുക്ക് ഓരോ ഹോർമോണിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഒരു 35-40 വയസ്സൊക്കെ ആകുമ്പോൾ കുറേ ചുളിവുകൾ വരും സ്കിന്നിൽ അല്ലേ, പ്രത്യേകിച്ച് കണ്ണിൻ്റെ അടിഭാഗത്തൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം അത് പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ വൈറ്റമിൻ സിയും മഞ്ഞളും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഇതിനകത്ത് ശരിക്കും സ്ക്വെലൈൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. അതൊരു ഡീടോക്സിഫയർ ആണ്. അപ്പോൾ സ്കിന്നിലെ ആ നമുക്ക് അടിഞ്ഞുകൂടുന്ന അഴുക്കിനെയും ഒക്കെ എടുത്ത് കളയാനും നമ്മുടെ സ്കിന്ന് ഏജ്ഡ് ആകുമ്പോഴത്തേക്കും ആ ഒരു ചുളിവുകളില്ലാതെ ആ ഒരു തൂങ്ങലില്ലാതെ നല്ല ഫേം ആൻഡ് ടൈറ്റ് സ്കിന്നായിട്ട് നിലനിർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. കയ്യിലോട്ട് ഇങ്ങനെ ഒരു സ്പ്രേ ബോട്ടിൽ പോലത്തെ സംഭവമാണ്. കയ്യിലോട്ട് ഇങ്ങനെ ഒരു ക്രീം പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. നമ്മൾ സിറം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ലിക്വിഡ് പോലെയല്ലേ, ഇത് ശരിക്കും ഒരു തിക്ക് ക്രീം പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്.
മുഖം ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക. നമ്മുടെ സ്കിന്നിൻ്റെ ഒരു നാച്ചുറൽ ഗ്ലോയി ആയിട്ട് ശരിക്കും നിങ്ങളൊരു 30 ഡേ, നമ്മൾ ഒരു പ്രോഡക്റ്റും ഒരു 2 ദിവസം കൊണ്ട് ജഡ്ജ് ചെയ്യരുത്. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പല പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ എല്ലാ പ്രോഡക്ട്സും യൂസ് ചെയ്യാനല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് കണ്ടിന്യൂസ് 30 ഡേയ്സ് യൂസ് ചെയ്ത് നോക്കുക. അപ്പം ഡിഫറൻസ് മനസ്സിലാവും. 2 നേരം യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. ഒരു പ്രോഡക്റ്റ് മേടിച്ച് നോക്കിയിട്ട് കേട്ടോ. നമുക്ക് ഫൈൻ ലൈൻസ് വരുന്ന സ്ഥലത്ത് പിന്നെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ, ഓക്കെ. അല്ലെങ്കിൽ ഒരു ജെയ്ഡ് വേറൊരു സംഭവം ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഇതിപ്പോൾ തൽക്കാലം നമുക്ക് എല്ലാം കൂടെ മേടിക്കട്ടെ. കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ഏജ് നമ്മുടെ ഒരു ചുളിവ് മാറാനാണ് ഈ സിറം തേച്ചിട്ട് ഈ ഡയറക്ഷനിൽ ഇങ്ങനെ ഒന്ന് 1 മിനിറ്റോളം അപ്ലൈ ചെയ്യുക. പിന്നെ ഇവിടെ നിന്നും ഇങ്ങനെ ചെയ്യുക, ഓക്കെ. നല്ലതാണ് സ്കിന്നിന്. ഞാൻ ഈ കാണിക്കുന്ന സിറംസൊക്കെ അങ്ങനെ രാവിലെ വൈകിട്ടും ചെയ്യാറുണ്ട്. എല്ലാ സിറം ഒരേ സമയത്താണ്, ഒരു ബോട്ടിൽ 1 മാസമാണ് യൂസ് ചെയ്യുക കേട്ടോ. എന്നിട്ടേ അടുത്തത് യൂസ് ചെയ്യാവൂ. ഇലുമിനേറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റാണ് കേട്ടോ. ഒരു നാച്ചുറൽ ഒരു ഗ്ലോയി ഒരു എഫക്റ്റ് ഉണ്ട് ഈ സിറത്തിൽ. നമുക്ക് പകലൊക്കെ ഇട്ടുകൊണ്ട് പുറത്തു പോകാനൊക്കെ നല്ലതെന്ന് തോന്നുന്നു. ഒരു ഗ്ലോയി എഫക്റ്റ് ഉണ്ട് ഇതിന്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സ്കിൻ പ്ലം ഫേസ് സിറമാണ്. ഇതിനകത്ത് എഴുതിയേക്കുന്നതാണ് ഫോർ ഏജ്ലെസ് സ്കിന്നാണ്. കുറേ ഫ്ലവർ എക്സ്ട്രാക്റ്റാണ്. നമുക്ക് ഒട്ടും പ്രായം അറിയാതെ നമ്മുടെ സ്കിന്നിനെ എപ്പോഴും ചെറുപ്പം നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ സ്കിൻ പ്ലം ഫേസ് സിറം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതും കൂടെ ഞാനതിൻ്റെ കൂടെ കാണിച്ചതേ ഉള്ളൂ. കുറേ ഫ്ലവർ എക്സ്ട്രാക്റ്റും ഒരിക്കലും പ്രായം അറിയാതെ മുഖം ചെറുപ്പമായിട്ട് നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏജ്ലെസ് സ്കിൻ പ്ലം ഫേസ് സിറം. വേണമെങ്കിൽ ഞാനിതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെയാണ് ഒരു ഉപ്താൻ ഫേസ് സിറം. ഇത് മഞ്ഞളും സാഫ്രോണും ഒക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. 3 ഫേസ് സിറത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതേപോലെ മാമാഎർത്തിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും വെബ്സൈറ്റിൻ്റെ കൊടുത്തേക്കാം. പിന്നെ നിങ്ങൾക്ക് ഡ്രീം 2021 എന്നുള്ള കോഡ് യൂസ് ചെയ്താൽ അതിൻ്റെ മാമാഎർത്തിൻ്റെ ആപ്പിലും അതേപോലെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും 20% ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ ഈ പ്രോഡക്ട്സ് മേടിക്കാനുള്ള. അപ്പം ഡയറക്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആ പ്രോഡക്റ്റിൻ്റെ ഇതിലോട്ടായിരിക്കും പോകുന്നത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഞാനീ പറഞ്ഞ നമ്മുടെ ഇലുമിനേറ്റിംഗ് ഫേസ് സിറം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ലതായിരിക്കും. എനിക്കിത് ഇട്ടിട്ട് നല്ലൊരു രസം തോന്നും മുഖത്തിന് കേട്ടോ. അമ്മയുടെ മുകളിലത്തെ ടൈലറിങ് യൂണിറ്റിൽ എത്തിയേക്കുക കേട്ടോ. ഇയാളുടെ പേരെന്താ? പ്രിയ ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണാം. ഇത് നമ്മുടെ സ്ഥിരം ചിന്നു ആരാ? ഇതാണോ ചിന്നു? അപ്പൊ ഹാപ്പി ബർത്ത്ഡേ പ്രിയ. അപ്പൊ എനിക്കില്ലേ ബിരിയാണി? ഇത് കവിത നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ട് ഇടയ്ക്ക് കമന്റ് ഒക്കെ ചെയ്യാറുണ്ട്. ചേച്ചിയുടെ പേര് ഞാൻ മറന്നുപോയി. ഷീല. ഓക്കെ. എന്റെ ഓർമ്മക്കുറവുകൊണ്ട് ഞാൻ മറക്കുന്നതാ കേട്ടോ. അമ്മയ്ക്ക് അമ്മയുടെ വെഡിങ് ബ്ലൗസുകളൊക്കെ കാണിക്കാനായിട്ട് ഇവിടെ റെഡി ആയിട്ടിരിക്കുക. ഇത് ജാസ്മിൻ. ജാസ്മിനൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ജാസ്മിനും സെൽവി കടയിലാട്ടോ. സെൽവേനെ ഓടിക്കും. സെൽവേനെ വീഡിയോ കാണിച്ചില്ലെങ്കിൽ അമ്മ ബ്ലൗസ് കാണിച്ചോ. ഇത് കല്യാണ പെണ്ണിന്റെ ബ്ലൗസാ? കല്യാണ വെഡിങ് ബ്ലൗസ് ആണ്. ഓ, ഇത് ഞങ്ങൾ ഇന്നലെ വർക്ക് ചെയ്ത ബ്ലൗസ് ആണ്. നന്നായിട്ട് കാണാമല്ലോ. ഓ, നന്നായിട്ട് കാണാം. ഇത് ഹാൻഡ് വർക്ക് ആണോ? ഹാൻഡ് വർക്ക് ആണ് ഇതെല്ലാം. കാശ്മാലയുടെ കോയിനാ? കാശ്മാലയുടെ കോയിൻ. ഫുൾ ഹാൻഡിൽ, അതായത് ഫുൾ സ്ലീവ്സിലും കയ്യിലെല്ലാം വെച്ചു. സാരി ഏത് കളറാ? സാരി ഈ കളർ. ഇത് പെൺകുട്ടി പറഞ്ഞു ചെയ്യിക്കുന്നതാണോ? അല്ലല്ല, ബ്ലൗസിങ് ഇത് നല്ല രസമുണ്ടല്ലേ. ഇത് കമ്മല് പോലത്തെ ഇങ്ങനത്തെ കമ്മല് സ്ഥിരം ഉണ്ടല്ലോ. അതെ അതെ. ഇത് അമ്മ എടുത്തതാണോ? അവര് കൊണ്ടുതന്നതാണോ? അവരിങ്ങനെ മേടിച്ചു കൊണ്ട് തന്നില്ലെങ്കിൽ അമ്മ വെച്ചു കൊടുക്കും. നമ്മള് മേടിച്ചു കൊടുക്കും. നമ്മളിവിടെ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. വേറെ കുറെ ബ്ലൗസുകൾ നമുക്ക് ചെയ്യാനുണ്ട്. കംപ്ലീറ്റ് പാറ്റേൺ നമ്മുടെ ചോയ്സ് ആണ്. അവര് ഡിസൈൻ തന്നാണോ അമ്മ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തതാണോ? നമ്മുടെ ഡിസൈൻ ആണ്. ഫ്രണ്ട് റൈറ്റ് സൈഡും ഒരു സൈഡിലേ ഉള്ളൂ. ഇത് വരുന്ന സൈഡ് മാത്രം. ഇതിന് എത്രയായി ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് ചാർജ്? ഇതില് സ്റ്റിച്ചിങ് ചാർജ് ഒന്നും ഇപ്പൊ പറയത്തില്ല. സ്റ്റിച്ചിങ് ചാർജ് പറഞ്ഞാൽ ആൾക്കാർ ഇപ്പൊ എന്നോട് ചോദിക്കും എത്ര സ്റ്റിച്ചിങ് ചാർജ്? ഫുള്ള് ബ്ലൗസ് എല്ലാം കൂടെ 2000. ഓക്കെ.
സ്റ്റിച്ചിങ് ചാർജ് പറയൂല എന്ന് കേട്ടാ. എന്നിട്ട് എല്ലാവരും കമന്റിൽ ഇതിനിപ്പോ എത്രയാന്ന് ചോദിച്ചിട്ട് ഞാൻ എന്നിട്ട് ഓരോരുത്തർക്ക് അത് മറുപടി കൊടുക്കേണ്ടി വരും. എല്ലാം കൂടെ ഓക്കെ. ഇത് ഇത് കൊള്ളാമല്ലോ. ഇത് കല്ല് അവര് കൊണ്ടുവന്നു അമ്മ തന്നെ വെച്ചോ? കല്ല് നമ്മള് തന്നെ വെച്ചത് ആണോ? ഓഹോ. ഈ കുഞ്ചലോ? കുഞ്ചല അവര് കൊണ്ടുവന്ന ഇത് ആണോ? ഓ, ഇതെല്ലാം നമ്മുടെ അതെന്താ അവര് കുഞ്ചലം മേടിച്ചോണ്ട് തരുമോ? ചിലര് കുഞ്ചലം കൊണ്ടുവരും, നമ്മളോട് വാങ്ങിച്ചു വെക്കാൻ പറയും. ഇത് കൊള്ളാം. ഇത് ഇളകി പോകത്തില്ല അല്ലേ? വെച്ചിരിക്കുക. അല്ല ഇത് പിന്നെ ഡ്രൈ ക്ലീൻ ചെയ്യുമ്പോ ഇളകുവോ? ഇളകും, കുറെ കഴിയുമ്പോ ഇളകും. ഫ്രണ്ട് റൈറ്റ് സൈഡ്. ഓ ആ ഒരു സൈഡ് അല്ലേ? ഫ്രണ്ടില് ഫ്രണ്ട് റൈറ്റ്. ഇതാണ് നേരിയതിന്റെ ബ്ലൗസാണ്. ഇത് നല്ല രസം. കുഞ്ചല, ഇതും കുഞ്ചല അവർ കൊണ്ടുവന്നാണ്, കസ്റ്റമർ കൊണ്ടുവന്ന കുഞ്ചലമാണ്. നല്ല രസമുണ്ട്. പ്ലെയിൻ നേരിയതാ അതോ ബ്രൗൺ കരയുള്ളത്? കസവ് കരയുള്ള നേരിയത്. കസവ് കരയുള്ള നേരിയത് ഇപ്പൊ കോൺട്രാസ്റ്റ് ആണല്ലോ. ഓ. അല്ല കസവ് ബ്രൗൺ വിത്ത് ബ്രൗൺ കരയോ? പ്ലെയിൻ കസവാണോ? പ്ലെയിൻ കസവ്. അത് നല്ല ഭംഗിയുണ്ട് ഈ കളർ. ഇതാ എനിക്ക് ഇഷ്ടപ്പെട്ടത്. നല്ല ഭംഗിയുള്ള അതെ, നല്ല ഭംഗിയുണ്ട് ഇത്. ചിലര് വന്ന് പറയും 500-നകത്ത് നിൽക്കാവുന്ന പറയും. അനുസരിച്ച് 500 കുറവ് വർക്ക് ചെയ്യും. 500-നകത്തൊക്കെ നിൽക്കാവൂന്ന് പറയും. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്ത് എറണാകുളത്തിനേക്കാളും സ്റ്റിച്ചിങ് ചാർജ് കുറവാ. ട്രിവാൻഡ്രത്ത് ബ്ലൗസിന് പ്രിൻസസ് കട്ടിന് 800-ഉം നോർമൽ ബ്ലൗസ് എറണാകുളത്ത് 500-ഉം ആണ് സ്റ്റിച്ചിങ് ചാർജ്. ഇവിടെ എത്രയാ സ്റ്റിച്ചിങ് ചാർജ് നോർമൽ ബ്ലൗസ്? നോർമൽ എത്രയാ? അല്ല എത്രയാ നോർമൽ? 400. പ്രിൻസസ് കട്ട് 550-യാ? 450-യാ? അവിടെ എറണാകുളത്ത് 800 പ്രിൻസസ് കട്ട് ബ്ലൗസ്. അടുത്ത് തയ്ക്കാൻ പോകുന്നതോ? വരച്ചു വെച്ചത് കണ്ടിട്ട് എന്ത് ചെയ്യാന്? ഓ ഞങ്ങളുടെ ലഞ്ച് ടൈമാണ് ഇത്. നേരത്തെ നമ്മുടെ മുകളിൽ കണ്ടില്ലേ പ്രിയയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ബിരിയാണി പ്രിയ കൊണ്ട് തന്നതാണ്. പിന്നെ ഇവിടുത്തെ ചോറ്, പുളിശ്ശേരി, അയല ഫ്രൈ, അവിയൽ, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, രസം. മുരളിയേട്ടൻ കഴിച്ചു തുടങ്ങി കഴിഞ്ഞു. ഇത് ഈ തിരുവനന്തപുരത്ത് ശങ്കർ നഗറിനടുത്തുള്ള എന്താ പറയുക കരമനാറ്റിൻ്റെ തീരത്ത് ഉള്ള വാക്ക് വേ ആണ്. ഈ വാക്ക് വേയുടെ സൈഡിൽ കണ്ടോ ആറ് കാണും. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ പൊങ്ങി ഇങ്ങനെ കിടക്കുവാണ്. കുറച്ച് വെള്ളം ഇങ്ങ് കയറിയിട്ടുണ്ട്. നല്ല മഴയല്ലായിരുന്നു. രാത്രിയിൽ 7:30 ആയപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ ഇറങ്ങി. ഉച്ചയ്ക്ക് മുരളിയേട്ടനും അമ്മയും കൂടെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും കുറെ വീടുകളൊക്കെ വിസിറ്റ് ചെയ്യാൻ പോയിരിക്കുമായിരുന്നു. ഞാൻ വീട്ടിൽ ഇരുന്ന് എഡിറ്റിംഗ് പണിയായിരുന്നു കേട്ടോ. ഇവര് 2-3 വീടുകളിൽ മുരളിയേട്ടൻ്റെ ഒരു CP നായർ അങ്കിൾ എന്ന് പറഞ്ഞ പഴയൊരു ചീഫ് സെക്രട്ടറി അങ്കിളാണ്. അപ്പം പുള്ളിക്ക് ഒരു മാസം മുമ്പ് മരിച്ചു പോയായിരുന്നു. പിന്നെ അങ്ങനെ മുരളിയേട്ടൻ 1-2 വീടുകളിൽ. അപ്പം എനിക്കങ്ങനെ മരണ വീടുകളിലൊന്നും പോകാനുള്ളൊരു മെൻ്റൽ സ്ട്രെങ്ത് ഇല്ല. അപ്പം അമ്മയ്ക്കും അവിടെ പോകണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ 2-3 വീടുകൾ അമ്മയും മുരളിയേട്ടനും കൂടെ വിസിറ്റ് നടത്താൻ പോയിരുന്നു. എനിക്ക് കുറച്ച് എഡിറ്റിംഗ് പണി, പിന്നെ ഇന്നലെ ട്രാവൽ ചെയ്ത് വന്നിട്ട് കുറച്ച് മുട്ടുവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ റെസ്റ്റിലായിരുന്നേ. പിന്നിപ്പോൾ വൈകുന്നേരം ആയപ്പം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല കൊടുമഴയായിരുന്നു. ഇപ്പം മഴ കുറച്ച് കുറഞ്ഞ. പുള്ളിയോടും പറഞ്ഞു ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. ഹഡിൽസ് കഫേ എന്നും പറഞ്ഞിട്ട് ഒരു സംഭവം. പുള്ളിയോട് പറയാം ആൾക്കാർ വിചാരിക്കും വട്ടാതെ മഴയത്ത് ഇവിടെ രാത്രി ആഹാരം കഴിക്കാൻ പോകുന്നതിന്. എന്നാലും നല്ല രസം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ വെളിവശം കാണിക്കുന്ന മഴയത്ത് ഒരു ഡ്രൈവ് കാണിക്കുകയാണ്. അതാണ് ഈ വെളിയിലോട്ട് തിരിച്ചു വെച്ചേക്കുന്നത്. ഞങ്ങളെ കാണിച്ചാലും ഇരുട്ടത്തൊന്നും കാണത്തില്ല വിചാരിച്ചേ. ഏതായാലും മഴ കാണിക്കാന്ന് വിചാരിച്ചേ. അതെ ഡ്രൈവ് ചെയ്യുന്നവർക്കാണ്. പുള്ളിയുടെ പാടുണ്ടോ പുള്ളിയുടെ ഡ്രൈവ് ചെയ്യാൻ?
ഇല്ലാതെ ഉള്ളിട്ട് സൈലന്റ് ആയിട്ടിരിക്കുക. പറ വാതറിന് പറയൂ. കുഴപ്പമില്ല. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. കുറേ ഈ കോളേജ് ഗോയിങ് യങ്സ്റ്റേഴ്സ് ഒക്കെയാണ് കൂടുതലും വന്നേക്കുന്നത്. ഞങ്ങൾ മാത്രം അതിൻ്റെ ഇടയിൽ അതിൻ്റെ അമ്മൂമ്മയായിട്ട് വേറൊരാള്. അതെ, ഞങ്ങൾ രണ്ട് എൻ്റെ മുന്നേ ഞാൻ സാരിയൊക്കെ കൊടുത്ത് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്നെ കളിയാക്കുകയും ചെയ്തു. ലൂസിയാന ചീസ് മെൽറ്റ് ചിക്കൻ ബർഗർ. എൻ്റെ പേര് ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് പറഞ്ഞാൽ അതേ ഒരു ബ്ലാക്ക് കളർ ബർഗർ. കാണാൻ നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ലുക്കിൽ ഒരു ചിക്കൻ ബർഗർ. ബ്ലാക്ക്, അതെ, കറുമ്പൻ ബർഗർ. കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ഈ ചോക്ലേറ്റ് പൊട്ടറ്റോ കേൾസ് നന്ദുവിൻ്റെ ഫേവററ്റ് ആയിരുന്നു ഇത്. ഞങ്ങൾ മെഗാമോളിൽ കളിക്കാൻ പോകുമ്പം മറ്റേ ഗ്ലോബൽ വില്ലേജിൽ പോകുമ്പോഴൊക്കെ മേടിക്കും ഈ ട്വിസ്റ്റ് ഇങ്ങനെ കറങ്ങുന്ന സാധനം. അമ്മയുടെ ഫുഡും എത്തി. എല്ലാം നല്ലൊരു പ്ലേറ്റ് അല്ല, പ്ലേറ്റിന് പകരം ഒരു തടിയൻ ടേബിളാണ്. തടി ട്രേ. അതെ, പെരി പെരി ചിക്കൻ റാപ്പ്. അപ്പോൾ അതിൻ്റെ കൂടെയും ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടല്ലേ. ഓക്കെ, അമ്മയുടെ ഫേവററ്റ് ആണ് ഫ്രഞ്ച് ഫ്രൈസ്. അപ്പം അത് അമ്മ ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുന്നു. റാപ്പ് തുടങ്ങിയിട്ടില്ല. ഉരുളയെണ്ണും ബർഗറിൽ കൈവച്ചിട്ട്. എൻ്റെ ഫുഡ് ഭയങ്കര കളർഫുള്ളായിട്ട് എത്തിയിട്ടുണ്ട്. പച്ച കളറിൽ. എനിക്ക് മഷ്റൂം സോസാന്ന് തോന്നുന്നു. ഇത് ചിക്കൻ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? ഈ മൂന്നാമത് കാണുന്ന സാധനം. മൂന്നാമത് കാണുന്ന സംഭവമാണ്. പേര് പോലും വായിക്കാനൊന്നും അറിയണ്ട. സാധനം തയ്ക്കാനാണ്. ഇനി ഞാൻ കഴിച്ചു നോക്കട്ടെ. നിങ്ങളൊക്കെ കഴിച്ചു തുടങ്ങിയല്ലോ. എങ്ങനെയുണ്ട് പുള്ളിയുടെ ബർഗർ? നല്ലതാണോ? അമ്മ കഴിച്ചു തുടങ്ങിയിട്ടേ ഇല്ല. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. വീട്ടിലോട്ട് എത്തി തിരിച്ച്. കുഴപ്പമില്ല കേട്ടോ. കഫേ, ഞാൻ ട്രിവാൻഡ്രത്തെ ഒരു കഫേയിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. കൂട്ടേനെ പറയായിരുന്നു തിരുവനന്തപുരം പുരോഗമിച്ചു എന്ന്. അമ്മ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അല്ലേ, തിരുവനന്തപുരം പുരോഗമിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ എങ്ങനെ ഉണ്ടായിരുന്നു കഫേ എക്സ്പീരിയൻസ്? തിരുവനന്തപുരംകാര് വീണ്ടും എന്നോട് ക്ഷമിക്കുക. തിരുവനന്തപുരത്തിന്റെ ഇമ്പ്രൂവ്മെന്റ് കണ്ടിട്ട് ഞാൻ തന്നെ കണ്ണുകളിൽ ഇരിക്കുകയാണ്. കാരണം അറ്റ്ലീസ്റ്റ് ഒരു 9-9:30 വരെ ആൾക്കാർ ഉറങ്ങാതെ വീട്ടിനകത്ത് കയറിയിരിക്കാതെ അത്യാവശ്യം പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം. കാരണം ഞാൻ ഈ 2 സ്ഥലത്തും മാറി മാറി ഇത് ചെയ്തിട്ടുള്ള, ഇതൊക്കെ തിരുവനന്തപുരത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ 2 സ്ഥലത്തും മാറി മാറി കറങ്ങിയിട്ടുള്ള ആളായത് കമ്പാരിറ്റീവ്ലി ഇപ്പൊ തിരുവനന്തപുരത്ത് ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം. തിരുവനന്തപുരത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. നീ തിരുവനന്തപുരം മാത്രം കൂടുതൽ കണ്ടവരാ? ഞാൻ തിരുവനന്തപുരം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഓക്കെ. ഞാൻ വിചാരിച്ചു ഇതൊക്കെ തിരുവനന്തപുരത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ ശരി, ഇത് കഴിച്ചിട്ട് വയറൊന്നും അനങ്ങാൻ വയ്യ. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? ഹഡിൽസ് കഫേ നന്ദൻകോടാണ്. ട്രിവാൻഡ്രത്തുകാർക്ക് ട്രൈ ചെയ്യാം. പറഞ്ഞ പോലെ തന്നെ കൊച്ചു പിള്ളേർക്കൊക്കെ നല്ല ഇങ്ങനെ ബർഗർ, പിസ്സ. പിന്നെ ഞാൻ കഴിച്ചതൊരു, എനിക്ക് പേരൊന്നും പറയാറില്ല, ഒരു ഫ്രൈഡ് ചിക്കൻ, ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ വിത്ത് കുറേ സോസുകൾ. കുഴപ്പമില്ല. ഷേക്ക് നല്ലതായിരുന്നു കേട്ടോ. ഞാനൊരു കോഫി ഫ്ലേവർ ആയിരുന്നു. പുള്ളിയുടെ ഒരു പച്ചമാങ്ങ ജ്യൂസ്, റോ മാംഗോ മൊയ്റ്റോ, അത് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. അമ്മയ്ക്ക് പിന്നെ തണുത്തൊന്നും പറ്റാത്തതുകൊണ്ട് നമ്മൾ നോർമൽ കോഫി കുടിച്ചു.
അമ്മ എങ്ങനെ ഉണ്ട്, ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പോൾ ശരി. ശ്വാസം വിടാൻ വയ്യ. ഞങ്ങളുടെ ഒരു ട്രിവാൻഡ്രം നിക്ക് ഇല്ല, വീഡിയോ എൻഡ് ചെയ്തിട്ട് പോയാൽ മതി. ഒരു തിരുവനന്തപുരത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് പോയത്. നാളെ ഒന്നും പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഇന്നും പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എന്നാലും ഇങ്ങനെയാണ് തിരുവനന്തപുരത്തെ ഒരു ദിവസം എന്ന് വെറുതെ ഒരു വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ശരി, പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം, നെക്സ്റ്റ് ദിവസം കാണാം. അപ്പം ബൈ ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, സീ യു. അമ്മ ഒരു ടാറ്റ പറ, ബൈ പറ. അമ്മ വന്നിടക്കല്ലേ നേരെ കിച്ചണിലോട്ട് പോയി. ബൈ പറ. ഹലോ ഹലോ, ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശരി, ബൈ. Anywhere you go, anywhere you go.